പ്രജൻ വയനാട്ടിൽ പോയിട്ടുണ്ടോ? പിന്നെ പല തവണയായിട്ട് പോയിട്ടുണ്ട്. വയനാടിന്റെ പോയിട്ടുണ്ടല്ലോ. അതെ, നമ്മളും പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട് ലേക്ക്. അവിടെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഞാൻ പോയിട്ടുള്ളത് എൻ്റെ കോളേജ് കാലത്താണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ നമ്മുടെ കോളേജ് ടൂറിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പൂക്കോട് ലേക്കിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണെന്നാണ് നമ്മുടെ റിപ്പോർട്ടർ പറയുന്നത്. എന്താ നോക്കാം. പൂക്കോടിന് ചുറ്റും സ്വകാര്യ ടൂറിസം കേന്ദ്രങ്ങൾ വികസിക്കുമ്പോൾ തളരുകയാണ് സർക്കാരിന് കീഴിലുള്ള ഈ ടൂറിസം കേന്ദ്രം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റിപ്പോർട്ട് കാണാം. സഞ്ചാരികളെ വയനാട്ടിലേക്ക് വരൂ എന്ന് മാടി വിളിക്കുന്നുണ്ട് ടൂറിസം വകുപ്പും സർക്കാരും. പക്ഷേ വയനാടിൻ്റെ കവാടത്തിൽ തന്നെയുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത പൂക്കോട് തടാകം. പൂക്കോടെത്തുന്ന സഞ്ചാരികൾക്ക് മുന്നിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ പായൽ നിറഞ്ഞ തടാകം കാണിക്കേണ്ടി വരും. അതിൽ ഒന്ന് ചവിട്ടുബോട്ടിൽ യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ ചിലപ്പോൾ പായലിൽ കുടുങ്ങിപ്പോകാനും സാധ്യതയേറെ. ഇങ്ങനെ നിരവധി ബോട്ടുകൾ നശിച്ച അനുഭവമുണ്ട്. മറ്റ് വിനോദ ഉപാധികൾ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അടഞ്ഞുകിടക്കുന്ന കുട്ടികളുടെ ഈ പാർക്ക് കാണിക്കാം. ഇങ്ങനെ വികസനം തൊട്ടുതീണ്ടാത്ത ടൂറിസം കേന്ദ്രമായി പൂക്കോട് തടാകവും അനുബന്ധ മേഖലകളും മാറിയിട്ടുണ്ട്. വൈത്തിരി ചുണ്ടേൽ ഭാഗത്ത് സ്വകാര്യ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂണുപോലെ മുളച്ചുപൊന്തി പണം വാരുമ്പോൾ തളർന്നു പോവുകയാണ് DTPCയുടെ ചുമതലയിൽ വരുന്ന പൂക്കോട് തടാകം. പലതവണ പല മേഖലകളിലും പല സ്ഥലങ്ങളിലൊക്കെ സംസാരിച്ചിട്ടും ഇവിടുന്ന് ഒരു വരുമാനം കൈപ്പറ്റുന്ന പണി കൃത്യമായി എടുക്കുക എന്നല്ലാതെ ഈ ടൂറിസ്റ്റ് കേന്ദ്രം മെച്ചപ്പെട്ട രീതിയിലേക്ക് ആക്കുന്നില്ല. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ടൂറിസം മേഖലയിലെ എത്രയോ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. പക്ഷേ ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അകത്ത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയില്ല എന്നുള്ളതാണ്. വർഷം തോറും 10 ലക്ഷത്തോളം പേർ എത്തുന്ന ടൂറിസം കേന്ദ്രത്തിനാണ് ഈ ദുരവസ്ഥ എന്നോർക്കണം. പായൽ നീക്കാനുള്ള നടപടി, കൂടുതൽ ബോട്ടുകൾ, ചിൽഡ്രൻസ് പാർക്ക് നവീകരണം തുടങ്ങിയവ വേഗത്തിൽ സാധ്യമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. അല്ലാത്തപക്ഷം വയനാടിൻ്റെ ടൂറിസം മാപ്പിൽ പൂക്കോട് എന്ന പേര് തന്നെ അവഗണനയുടെ സ്മാരകമായി മാറാൻ അധികകാലം വേണ്ടിവരില്ല. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.